ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് കുർബാന മധ്യേ നമ്മൾ ശ്രവിക്കുന്ന വചനഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 21 അധ്യായം 1 മുതൽ 4 ഉൾപ്പെടെയുള്ള തിരുവചനങ്ങളാണ്. വിധവയുടെ കാണിക്കയാണ് നമ്മൾ അതിൽ കാണുന്നത്. മിശിഹ തൻ്റെ മണവാട്ടിയായ തിരുസഭയെ വിശുദ്ധീകരിച്ച് ദൈവപിതാവിന് സമർപ്പിക്കുന്ന നല്ല ചിന്തകളിലൂടെ കടന്നു പോകുന്നതാണ് ഈ പള്ളിക്കൂദാശകാലം. അതുകൊണ്ട് തന്നെ ദേവാലയത്തെയും തിരുസഭയെയും പറ്റി അല്പം കൂടി ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണെന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. ഇന്നത്തെ വചനത്തിൻ്റെ ആരംഭം തന്നെ ഇപ്രകാരമാണ്: അവൻ കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ ധനികർ ദേവാലയ ഭണ്ഡാരത്തിൽ നേർച്ചയിടുന്നത് കണ്ടു. ദരിദ്രയായ ഒരു വിധവ 2 ചെമ്പുതുട്ടുകൾ ഇടുന്നതായും അവൻ കണ്ടു. ഈ വചനഭാഗത്തെ പറ്റി നമ്മളിൽ നിന്നും കാലം ചെയ്ത ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ പറയുന്നത് ഇപ്രകാരമാണ്. അതായത് ദേവാലയം എന്ന് പറയുന്നത് ദൈവം മനുഷ്യനെ കണ്ടുമുട്ടുന്ന ഇടമാണ്. മറ്റൊരു വാക്യത്തിൽ സ്രഷ്ടാവായ ദൈവം സൃഷ്ടിയായ മനുഷ്യനെ കണ്ടുമുട്ടുന്ന ഇടമാണ് ദേവാലയം. വിധവയായ ആ സ്ത്രീയെ ദൈവമായ കർത്താവ് നോക്കി. അവൾ തൻ്റെ ഉപജീവനത്തിനുള്ള വക മുഴുവനും ഈശോയ്ക്ക് നൽകി. സഭാപിതാക്കന്മാരെ പറഞ്ഞു വയ്ക്കുന്നത് ഇപ്രകാരമാണ്. ഈ ഒരു പ്രവൃത്തിയെ, വിധവയായ ആ സ്ത്രീയുടെ പ്രവൃത്തിയെ സഭാപിതാക്കന്മാർ പറഞ്ഞു വയ്ക്കുന്നത് ദൈവത്തിനുള്ള ഒരു ടോട്ടൽ സറണ്ടറിങ്, ദൈവത്തിന് പൂർണ്ണമായിട്ട് സമർപ്പിച്ചതിൻ്റെ ഒരു സൂചനയായിട്ട് അല്ലെങ്കിൽ പ്രതീകമായിട്ട് ഈ പ്രവൃത്തിയെ സഭാപിതാക്കന്മാരെ കാണുകയാണ്. അതുകൊണ്ട് തന്നെ സ്നേഹം നിറഞ്ഞവരെ, മനസ്സിലാക്കുക, ആരൊക്കെയാണോ തമ്പുരാൻ കർത്താവിനെ മുഴുവനുമായിട്ട് തൻ്റെ ജീവിതത്തെ സമർപ്പിച്ചത് അവരെ കർത്താവ് നോക്കിക്കൊള്ളും. അത് ഉറപ്പുള്ളൊരു കാര്യമാണ്. തമ്പുരാൻ്റെ സന്നിധിയിൽ സമർപ്പിക്കപ്പെട്ട ജീവിതങ്ങളെ കർത്താവ് കാത്തു പരിപാലിച്ചുകൊള്ളും. അത്രത്തോളം വിലയുള്ളതാക്കി കർത്താവ് അതിന് നൽകുമെന്ന് മനസ്സിലാക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് പൂർണ്ണമായിട്ട് സമർപ്പിക്കാനും അതുപോലെ തന്നെ ദേവാലയത്തിന് പ്രാധാന്യം മനസ്സിലാക്കുക. ഞാനും എൻ്റെ ദൈവവും കണ്ടുമുട്ടുന്ന ഇടമാണ് ദേവാലയം. ആ ഒരു പരിശുദ്ധമായ ചിന്തകളോടെ ഇനി മുതൽ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആയിരിക്കാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.